ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റൊട്ടി റെസിപ്പിയാണ്. പൊറോട്ടയെക്കാളും ഇരട്ടി രുചിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലെ ഒരു അടിപൊളി റൊട്ടി റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മടുക്കയില്ല. ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. പൊറോട്ടയൊക്കെ കഴിച്ച് മടുത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇറച്ചിക്കറികളുടെ കൂടെയോ മുട്ടക്കറിയുടെ കൂടെയോ കടലക്കറിയുടെ കൂടെയോ വെജിറ്റബിൾസ് കറിയുടെ കൂടെയോ അങ്ങനെ മറ്റെന്ത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദക്ക് പകരം ഗോതമ്പ് പൊടിയിൽ ചെയ്താൽ മതി എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അതല്ല മൈദയും ഗോതമ്പും കൂടെ കലർത്തിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ചെറിയൊരു സ്പൂൺ ആയതുകൊണ്ട് 2 സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഒരു നുള്ളു സോഡാപ്പൊടിയും 1 സ്പൂൺ അളവിൽ ഈസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു റൊട്ടിക്ക് നമ്മൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ മധുരമൊന്നും ഉണ്ടാവുമൊന്നുമില്ല. നമുക്ക് ഈ ഒരു റൊട്ടിക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബ്രൗൺ കളർ കിട്ടാനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു റൊട്ടിക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് 1.25 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് വേണ്ടാത്തവർക്ക്, നെയ്യുടെ മണം ഇഷ്ടമല്ലാത്തവർക്ക് ബട്ടർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ വെച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് നിറയെ നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ റൊട്ടിക്കും പൊറോട്ടയ്ക്കൊക്കെ വേണ്ടി കുഴച്ചെടുക്കുന്ന അതേപോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഇത് കുഴച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവം വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഞാനിവിടെ 2-3 തവണയായിട്ട് ഇതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുള്ളത്. പൊറോട്ടയ്ക്കൊക്കെ ഉണ്ടാകുന്ന അത്രയും തന്നെ ഓയിൽ ഇതിലേക്ക് വേണ്ട. ഇപ്പോൾ മാവ് ഇവിടെ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഓരോ ബോൾസ് ആക്കി മാറ്റാം. ഇതുപോലെ ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഈ കട്ട് ചെയ്തെടുത്ത മാവ് മുഴുവനും ഇതുപോലെ ബോൾ ഷേപ്പിലാക്കി മാറ്റുന്നുണ്ട്. ഈ മാവ് നമുക്ക് പൊറോട്ടയ്ക്കൊക്കെ വെക്കുന്ന പോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒന്നുകൂടി മാവ് നല്ല ലൂസായിട്ട് ഇതിൻ്റെ പരുവം തെറ്റും. ഇനി ഇതിൽ നിന്നും ഓരോന്നെടുത്ത് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ബോർഡിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മാവ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലേക്കും കൂടെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. എങ്കിലാണ് നമുക്ക് ഒട്ടിപ്പിടിക്കാതെ നല്ല സ്മൂത്തായിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. ഞാനിവിടെ ഈ ഒരു ബോർഡിൻ്റെ വലിപ്പത്തിൽ തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി എടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് മൈദപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് വെള്ള എള്ളും കറുത്ത എള്ളും ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല മണവും നല്ലൊരു പ്രത്യേക ടേസ്റ്റുമാണ്. ഒരു തവണ നമ്മൾ ഇതുപോലെ ഈ ഒരു റൊട്ടി തയ്യാറാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കും. അത്രയും ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളകിൻ്റെ മണം കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മാവിൻ്റെ ഈ ഒരു അറ്റത്ത് നിന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുത്ത മാവിനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിലേക്കും കൂടെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് മൈദാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്നുകൂടി റോൾ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു റൊട്ടി നല്ല ലെയറോട് കൂടി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ എടുത്ത ശേഷം ഇനി ഇതിന് മുകളിലേക്കായിട്ട് കുറച്ചുകൂടി മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്നുകൂടി നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് എത്ര വലിപ്പത്തിലാണോ ഈ ഒരു റൊട്ടി തയ്യാറാക്കേണ്ടത് ആ ഒരു വലിപ്പത്തിൽ നമുക്ക് അത്യാവശ്യം ഒരു മീഡിയം വലിപ്പത്തിൽ പരത്തിയെടുക്കാം. ഞാനിവിടെ സാധാരണ റൊട്ടി പൊറോട്ടയുടെ ഒക്കെ ആ ഒരു ഷേപ്പിലും വലിപ്പത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം പാൻ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഒരെണ്ണം ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം പരത്തിയെടുത്ത ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്കായിട്ട് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതിനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയ്ക്കുള്ള ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്.
അതുപോലെ തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. നല്ല ടേസ്റ്റും നല്ലൊരു പ്രത്യേക മണമൊക്കെയാണ് ഇതിന്. എണ്ണയില്ലാതെയും ഇത് ചുട്ടെടുക്കാം. പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എണ്ണ ഒഴിച്ചിട്ട് ചുട്ടെടുക്കുമ്പോൾ തന്നെയാണ്. എങ്കിലേ നമ്മളിത് അടിച്ചെടുക്കുമ്പോഴും നല്ല ലെയറോട് കൂടി കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ 2 സൈഡും നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മാവും ചുട്ടെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചൂടോടുകൂടി തന്നെ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പൊറോട്ടയ്ക്കൊക്കെ അടിച്ചെടുക്കുന്ന അതേപോലെ തന്നെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലെ ഒരു അടിപൊളി റൊട്ടി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇറച്ചിക്കറികളുടെ കൂടെയോ മുട്ടക്കറികളുടെ കൂടെയോ അതുപോലെ തന്നെ നമുക്ക് കടലക്കറിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.